വി.ഡി. സതീശനും ബി.എം. ഫറൂഖും തമ്മിലുള്ള ബന്ധമെന്താണ്? വെള്ളിയാഴ്ച മൂകാംബിക ദർശനത്തിനായി മംഗലാപുരത്ത് വി.ഡി. സതീശൻ വിമാനമിറങ്ങുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സ്വീകരിക്കാൻ. പകരം വി.ഡി. സതീശനെ സ്വീകരിച്ച് ആനയിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് JDS നേതാവായ ബി.എം. ഫറൂഖാണ്. ആരാണ് ഈ ബി.എം. ഫറൂഖ്? ബി.എം. ഫറൂഖും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധമെന്താണ്? ബി.എം. ഫറൂഖ് എന്ന് പറയുന്നത് കർണാടകത്തിലെ ശതകോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹം 2018 MLA സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ കൊടുത്ത കണക്കു പ്രകാരം 766 കോടി രൂപയുടെ സ്വത്തിനുടമയാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് എന്ന് പറയപ്പെടുന്നു. നിരവധി റിയൽ എസ്റ്റേറ്റ് രംഗങ്ങളിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനൊന്നും നമുക്ക് വ്യക്തമായ തെളിവില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം കർണാടകയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിക്ഷേപകരിൽ ഒരാളാണ് ഈ ബി.എം. ഫറൂഖ് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരാളും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴാണ് വി.ഡി. സതീശൻ്റെ ഇത്തരമൊരു നിഗൂഢമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. വി.ഡി. സതീശൻ്റെ സാമ്പത്തിക ഇടപാടുമായി നമുക്ക് സംശയമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വി.ഡി. സതീശനോട് വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് കർണാടകയിലെ ഏതെങ്കിലും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ ആയാലും മതി. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, വി.ഡി. സതീശന്റെ ഒപ്പം മൂകാംബിക ദർശനത്തിന് ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിലെ ഏകയാൾ എന്ന് പറയുന്നത് റെജി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ്. ആരാണ് ഈ റെജി? ഈ റെജിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ. എന്തെല്ലാമാണ് ആ ആരോപണങ്ങളെന്ന് ഇവിടുത്തെ പോലീസ് സംവിധാനം അന്വേഷിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അന്വേഷിക്കേണ്ടതുണ്ട്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിലെ ധാർമ്മികമായ ഒരു ചോദ്യമാണ് ഈ വി.ഡി. സതീശന്റെ ഒപ്പം അനുഗമിച്ച റെജി ആരാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ആരോപണങ്ങൾ എന്താണെന്നുള്ളത്, ആ ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്റെ ധാർമ്മികമായ ചുമതലയാണ്. ഒപ്പം തന്നെ കേരള പോലീസിന്റെ നിയമപരമായ ഉത്തരവാദിത്വം കൂടിയാണ് റെജിക്ക് മേൽ എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക എന്നുള്ളതും. അത്തരത്തിലുള്ള ഒരാളെയാണ് വി.ഡി. സതീശൻ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയത്. എന്തിനാണ് ഈ സന്ദർശനം? മൂകാംബിക ദർശനത്തിന് മാത്രമായിരുന്നു. ഈ JDS എന്ന് പറയുന്നത് BJPയുടെ ഘടകകക്ഷിയാണ് ബി.എം. ഫറൂഖ് നയിക്കുന്ന JDS. അങ്ങനെ NDAയുടെ ഒരു നേതാവും സതീശനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്ന ഈ ഫാറൂഖും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം. ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യവും അതുതന്നെയാണ്. വി.ഡി. സതീശനും ഫാറൂഖും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാട്? ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ? ഇവർ തമ്മിൽ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപാട് നടത്തിയിട്ടുണ്ടോ? അതോ നടത്താൻ പോകുന്നുണ്ടോ? അതോ നിലവിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യമായി നമുക്ക് ഉയർത്താൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ ശതകോടീശ്വരനായിട്ടുള്ള ബി.എം. ഫറൂഖ് സതീശനെ സ്വീകരിച്ച് സ്വന്തം വീട്ടിലേക്ക് ആനയിച്ച് സൽക്കരിക്കുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച? എന്തുകൊണ്ടാണ് ബി.എം. ഫറൂഖ് തൻ്റെ വീട്ടിലേക്ക് സതീശനെ ക്ഷണിച്ചു വരുത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചോദ്യം ഉയരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെയാണ് സതീശൻ ഇത്തരത്തിൽ ബി.എം. ഫറൂഖുമായി ചേർന്ന് കർണാടകയിലെ കൂടിക്കാഴ്ച നടത്തിയത് എന്നറിയുന്നു. അത്തരത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ബി.എം. ഫറൂഖിൻ്റെ ആതിഥ്യം സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത, മംഗലാപുരത്തെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് പരാതി നൽകിയതെന്ന് പറയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ തെളിവുകളില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം പ്രചരിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ്റെ ഈ ഒരു കൂടിക്കാഴ്ച കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടാതെ, മംഗലാപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടാതെ, കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടാതെ എന്തിനാണ് JDS എന്ന് പറയുന്ന NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള ഒരു വലിയ ബിസിനസ്സുകാരനായ നേതാവിൻ്റെ മുന്നിൽ സതീശൻ ആതിഥ്യ മര്യാദ സ്വീകരിക്കാൻ വേണ്ടി പോയത്? എന്ത് അർത്ഥത്തിലാണ് സതീശൻ JDS നേതാവായ
BM ഫറൂഖിനെ കണ്ടത്? അവർ തമ്മിൽ എന്തെങ്കിലും കച്ചവട ഇടപാടുണ്ടോ? റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ? സതീശനുമായി ബന്ധപ്പെട്ട് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കാക്കനാട് അടക്കമുള്ള മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധം ഉണ്ട് എന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളോ ഒരു കാര്യവുമില്ല. അത് ആരോപണം മാത്രമാണ്. എങ്കിലും അത്തരത്തിൽ സതീശന് മേൽ ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളും BM ഫറൂഖിന്റെ ഇടപാടുകളും തമ്മിൽ കൂട്ടി വായിക്കുമ്പോഴാണ് ഇവിടെ വലിയൊരു സാമ്പത്തിക ഇടപാടിന്റെ ഒരു അംശം കടന്നു വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. BM ഫറൂഖും VD സതീശനും തമ്മിലുള്ള ഇത്തരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. അത്തരത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ VD സതീശന് വേണമെങ്കിൽ ഞാൻ പരിശുദ്ധനായല്ലോ, എൻ്റെ മേലുള്ള കളങ്കം മൊത്തം കഴുകിക്കളഞ്ഞല്ലോ, ഞാൻ ആരോപണ വിധേയൻ മാത്രമായിരുന്നു, ഇപ്പോൾ ആ ആരോപണങ്ങളെല്ലാം എന്നിൽ നിന്ന് ഒഴിഞ്ഞല്ലോ എന്ന് നെഞ്ചുറപ്പോടുകൂടി സതീശന് പറയാനും കഴിയും. അത്തരത്തിൽ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കേണ്ടത്. ഇവർ തമ്മിലുള്ള ഇടപാട് എന്താണ് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു നിയമ സംവിധാനത്തിലൂടെ പഴുതുകളടച്ചുള്ള ഒരു അന്വേഷണം വഴി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിവിടുത്തെ ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകന്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു അന്വേഷണത്തിന്റെ ആവശ്യകത നിലനിൽക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.